ഹലോ ഗൈസ്, ഇന്നപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് വിചാരിച്ചു എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിച്ചാലോ എന്ന്. അപ്പോൾ പെട്ടെന്ന് മൈൻഡിലേക്ക് പോയത് നമ്മുടെ ദേ ഫിഷാണ്. അവിടുത്തെ ബക്കറ്റ് സീ ഫുഡാണ് ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എന്തൊക്കെ ഐറ്റംസ് ആണെന്നറിയോ? കട്ട് ഫ്രൂട്ട്സ്, കട്ട് വെജിറ്റബിൾസ്, അതാ ഈ വാഴയില്ല, അതിനടിയിലിരുന്ന മാറ്റ് എല്ലാം അവർ തന്നെ തന്നതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മസാല കൂട്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കഴിക്കാത്ത, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു മസാലയിൽ നിന്ന് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു മസാലയായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു ബക്കറ്റ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 3 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. ഞങ്ങൾ 2 സെക്ഷനായിട്ടാണ് കേട്ടോ കഴിച്ച് തീർത്തത്. നമ്മളിങ്ങനെ കാണുമ്പോൾ ഇതായിട്ട് തോന്നുമല്ലോ, അതിലെ എല്ലാം അതിനകത്തുള്ളത് പ്രോൺസ്, അതായത് ടൈഗർ പ്രോൺസ്, കോണ്, പിന്നെ നമ്മുടെ ചിപ്പി, കല്ലുമ്മക്കായ, കോണ്, അതിൻ്റെ മസാല, ആ മസാലയ്ക്കകത്ത് ചോറ്, നല്ല ചൂട് ചോറ്, ആ മസാല മാത്രം ചേർത്ത് കഴിക്കുക. അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ മിൻറ്റ് ജ്യൂസ്, നല്ല ജ്യൂസാണ്. ഇച്ചിരി അത് കഴിച്ചിട്ട് ഈ ജ്യൂസ് കൂടെ കഴിക്കുമ്പോഴത്തേക്ക് ശരിക്കും അടിപൊളിയാണ്. ഞാൻ സീ ഫുഡ് ലവർ ആണെങ്കിലും എനിക്ക് ആകെ ഇഷ്ടം പ്രോൺസും ക്രാബും മാത്രമാണ്. പക്ഷേ ഇതിൽ ചിപ്പി, കല്ലുമ്മക്കായ, ആ കോൺ, ആ മസാലയോടെ കഴിക്കാൻ ശരിക്കും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്യണം. ഇത് ദുബായിൽ കരാമയിലും പിന്നെ നമ്മുടെ ഷാർജ മുവൈലയിലുമാണുള്ളത്. ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്യണം. ശരിക്കും അടിപൊളിയാണ്. ഇവർക്ക് മറ്റു ഓപ്ഷനുകളും ഓഫറുകളും ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങളിതാ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ മസാല ശരിക്കും എനിക്കിപ്പോഴും പറയുമ്പം അടിപൊളിയായിരുന്നു. പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. നമുക്കൊരിക്കലും ഇതിൻ്റെ ഒന്നും ഈ സീ ഫുഡുകളിലുണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും അറിയില്ല. കാരണം അതിൻ്റെ മുകളിലായിരുന്നു ആ ഒരു മസാല നിൽക്കുന്നത്. അത് നല്ല ചൂട് ചോറിൽ കഴിക്കാൻ ശരിക്കും അടിപൊളിയായിരുന്നു. ഇപ്പോഴും പറയുമ്പോൾ ശരിക്കും എനിക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. കുഞ്ഞിന് നമ്മൾ റൈസാണ് കൊടുത്തത് കേട്ടോ. കാരണം മസാലയിൽ കുറച്ച് എരിവും പുളിയും ഒക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് അധികം ഇത്രയും വന്നു. നമ്മൾ 2 പോർഷനായിട്ടാണ് കഴിച്ചത്. ശരിക്കും ഈ ഒരു ബക്കറ്റ് 2-3 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.